ഈ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവമാണ് കേരളത്തിനാകെ നാണക്കേടായത്. എന്തായാലും ആ മാലിന്യങ്ങൾ തിരികെ എടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. അതിനായുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചതുമാണ്. ഇന്നും ആ ജോലികൾ തുടരും. 4 ലോഡ് മാലിന്യങ്ങൾ കൂടി നീക്കം ചെയ്യാനുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ തമിഴ്നാടിനെ അറിയിച്ചിട്ടുമുണ്ട്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്, പക്ഷേ അതിൽ വളരെ കൃത്യമായ ഒരു നടപടി ഉണ്ടായി. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഉണ്ടാകുക, ഇന്നത്തെ ദിവസം വരാനിരിക്കുന്ന അപ്ഡേഷൻസ് എന്നാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു സംസ്ഥാനത്തെ ആശുപത്രി മാലിന്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തെ കൊണ്ട് തള്ളിയ സംഭവം. ഇതിൽ വളരെ വൈകിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും സംയുക്തമായാണ് ഈ മാലിന്യ നീക്കം നടത്തിയത്. ഏകദേശം 18 ലോറി മാലിന്യമാണ് ഇന്നലെ തമിഴ്നാട് നിന്ന് നീക്കിയത്. ഇനി 4 ലോഡ് മാലിന്യം കൂടി നീക്കാനുണ്ട് എന്നതാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ ഇന്നലെ പ്രതികൂല കാലാവസ്ഥയായതോടുകൂടിയാണ് മാലിന്യ നീക്കം രാത്രിയോടുകൂടി തന്നെ അവസാനിപ്പിച്ചത്. 4 ലോഡ് കൂടി നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ മാലിന്യം പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്നതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഹരിത ട്രൈബ്യൂണൽ നൽകിയ അവസാന തീയതി. ഇന്ന് ഈ കേസ് ഹരിത ട്രൈബ്യൂണൽ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിൽ കൃത്യമായൊരു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ മാലിന്യം പൂർണ്ണമായും നീക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. 70 സംഘങ്ങൾ എത്തി 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ മാലിന്യ നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 4 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഒരു മലയാളി ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഈ കരാറെടുത്ത സ്വകാര്യ കമ്പനിയുടെ സൂപ്പർവൈസറെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിയമപരമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരും കടന്നിട്ടുണ്ട്. ഇതിൽ RCCയുടെ അടക്കം ഇനി ചില നടപടികൾ വരാനുണ്ട്. ഈ കരാർ റദ്ദാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് RCC പോയിട്ടുണ്ട്. ഈ സ്വകാര്യ കമ്പനി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നടക്കം മാലിന്യം ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും ഈ കമ്പനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മാലിന്യ നീക്കം ഇന്ന് അല്പസമയം, ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ മാലിന്യ നീക്കം ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്യും. പ്രജൻ, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി. എന്തായാലും നമ്മൾ അവിടെ കൊണ്ടുപോയി ഇട്ട മാലിന്യങ്ങളാണ്, അത് തിരിച്ചെടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് പോയി നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത മാലിന്യം തൊട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന പരിപാടി. അത് പക്ഷേ ഈ രീതിയിൽ ഒരു സംസ്ഥാനം മാറി മറ്റു സംസ്ഥാനത്ത് കൊണ്ടുവിടുക എന്നുള്ളത് നാണക്കേടാണ്. എന്തായാലും അതിൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ കരാറുമായി മുന്നോട്ട് പോയ സ്ഥാപനവുമായുള്ള കരാർ റദ്ദാക്കും എന്ന് ഇന്നലെ തന്നെ അറിയിച്ചതാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ. ഒപ്പം തന്നെ തെറ്റുകൾ പറ്റും, പക്ഷേ ആ തെറ്റുകൾ തിരുത്തുക, ആവർത്തിക്കാതിരിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് തന്നെ സർക്കാർ ചെയ്യും എന്ന് കരുതുന്നു.